ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ കാണുന്ന ബലൂൺ യെല്ലോ റാം സിക്ലിഡ് അല്ലെങ്കിൽ ബലൂൺ ഗോൾഡൻ റാം സിക്ലിഡ് മത്സ്യങ്ങളെക്കുറിച്ചാണ്. ഇതിൻ്റെ സയന്റിഫിക് നെയിമാണ് നമ്മൾ താഴെ കൊടുത്തിട്ടുള്ളത്, മൈക്രോ ജിയോഫാഗസ് റാമറസി. ഈ അടുത്ത് അക്വേറിയം ഷോപ്പ് വിസിറ്റ് ചെയ്ത സമയത്താണ് നമ്മൾ ഈ മീനുകളെ കാണുന്നത്. അപ്പോൾ നമ്മൾ അക്വേറിയം ഷോപ്പിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. അപ്പോൾ അവർ പറഞ്ഞ പേരെന്ന് പറയുന്നത് ബലൂൺ റാം റൈസ് എന്നാണ്. എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാകാത്തതുകൊണ്ട് ഞാനൊന്ന് ചെക്ക് ചെയ്ത് നോക്കി. അപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ബലൂൺ യെല്ലോ റാം സിക്ലിഡ് അല്ലെങ്കിൽ ബലൂൺ ഗോൾഡൻ റാം സിക്ലിഡ് എന്നാണ് ഇതിൻ്റെ പേര് എന്നുള്ളത്. അവർ പറഞ്ഞ പേര് ബലൂൺ റാം റൈസ് എന്നായിരുന്നു. അപ്പോൾ ആ ഒരു റാം റൈസ് എന്ന് പറഞ്ഞ വാക്ക് വന്നിട്ടുള്ളത് ആ സയന്റിഫിക് നെയിമിൽ നിന്നാണ്. താഴെ കൊടുത്തിരിക്കുന്ന മൈക്രോ ജിയോഫാഗസ് റാമിറസി കണ്ടില്ലേ, റാമിറസി റാം റൈസ്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും കൺഫ്യൂഷൻ നമുക്ക് പേരുകളിലൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ഒന്ന് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇത് സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ട മത്സ്യങ്ങളാണ്. അതിൽ തന്നെ റാം സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ടതാണ് ഈ മത്സ്യങ്ങൾ. റാം സിക്ലിഡ് വെറൈറ്റിയിൽ പെട്ട മറ്റ് മീനുകളെ പല ആൾക്കാർക്കും അറിയായിരിക്കും. ഇലക്ട്രിക് ബ്ലൂ റാം സിക്ലിഡ്, അതുപോലെ തന്നെ ജർമ്മൻ ബ്ലൂ റാം സിക്ലിഡ്. ഈ പറഞ്ഞ പേരുകളെല്ലാം ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സയന്റിഫിക് നെയിമിന് കീഴിൽ വരുന്നതാണ്. അതായത് ഈ പറയുന്ന മൈക്രോ ജിയോഫാഗസ് റാമിറസി എന്ന് പറയുന്ന ആ ഒരു ശാസ്ത്രനാമത്തിന് കീഴിൽ വരുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് പല വെറൈറ്റികൾ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ സെലക്റ്റീവ് ബ്രീഡിംഗ് ആണ്. അതായത് നോർമൽ യെല്ലോ റാം അല്ലെങ്കിൽ ഗോൾഡൻ റാം സിക്ലിഡുകളെ സെലക്റ്റീവ് ബ്രീഡ് ചെയ്യിച്ചിട്ടാണ് ഈ ഒരു ബലൂൺ വെറൈറ്റി ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് പറയപ്പെടുന്നത്. ഇതിൻ്റെ പ്രൈസ് അവിടെ ലേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നത് എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ 300 പക്ഷേ ഇതിൻ്റെ പ്രൈസ് തന്നെയാണോ നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. ഇവരുടെ ഒറിജിനായിട്ട് കണക്കാക്കപ്പെടുന്നത് സൗത്ത് അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ ഒറിനോക്കോ റിവർ ബേസിനാണ്. ആമസോൺ റിവർ ബേസിൻ എന്നൊക്കെ നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. അതുപോലെ ഒരു റിവർ ബേസിനാണ് ഈ ഒറിനോക്കോ റിവർ ബേസിൻ എന്ന് പറയുന്നത്. ഇതിൻ്റെ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു യെല്ലോ ഗോൾഡൻ കളറാണ്. അതുപോലെ ബലൂൺ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ ഒരു ഷോർട്ട് ആൻഡ് റൗണ്ട് ബോഡിയാണ് വരുന്നത്. ഇവർ തമ്മിൽ ചെറിയ കൊത്തുകൂടലൊക്കെ നമുക്ക് വീഡിയോയിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. എങ്കിലും പൊതുവെ പീസ്ഫുൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. ചെറിയ രീതിയിൽ അഗ്രഷനൊക്കെ ഉണ്ടാവാറുണ്ട് ഇവർ ടെറിട്ടോറിയൽ ആയിട്ട് കഴിയുമ്പോൾ. അതുപോലെ തന്നെ ബ്രീഡിംഗ് സമയത്തൊക്കെ അഗ്രഷൻ ഉണ്ടാവാറുണ്ട്. എങ്കിലും അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ടാങ്കുകളിലൊക്കെ പീസ്ഫുൾ ആയിട്ട് തന്നെയാണ് കണക്കാക്കപ്പെടുന്നത്. നമുക്ക് എല്ലാവർക്കും അറിയാം പൊതുവെ സിക്ലിഡുകൾ കുറച്ച് അഗ്രസീവ് ആയിട്ടുള്ള മീനുകളാണ്. പക്ഷേ ഈ വെറൈറ്റിയെ പൊതുവെ പീസ്ഫുൾ ആയിട്ടുള്ള ചെറിയ സിക്ലിഡുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇവർ വയ്ക്കുന്ന ഒരു മാക്സിമം സൈസ് എന്ന് പറയുന്നത് 2 മുതൽ 2.5 ഇഞ്ച് വരെയാണ്. ഒരു പെയറിനെയൊക്കെ ഇടാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഒരു 2 ഫീറ്റ് സൈസ് വരുന്ന ടാങ്കൊക്കെയാണ്. അതുപോലെ തന്നെ സാൻഡ് യൂസ് ചെയ്തിട്ടുള്ള സബ്സ്ട്രേറ്റ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. പ്ലാന്റ്സ് ആണെന്നുണ്ടെങ്കിൽ അനൂബിയാസ്, ജാവാഫോൺ, ആമസോൺ സോഡൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഹൈഡിംഗ് സ്പോട്ടായിട്ട് റോക്കും ഡ്രിഫ്റ്റ് വുഡൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇവർക്ക് വെള്ളത്തിലെ സ്ട്രോങ് കറൻസ്, അതായത് ഹെവി വേവ്സ് ഒന്നും റെക്കമെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് ഫിൽട്രേഷനൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുമ്പോൾ ഫ്ലോ ഒക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് നല്ലത്, അതായത് വാട്ടർ ഫ്ലോ. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്യേണ്ട ടെമ്പറേച്ചർ റേഞ്ച് എന്ന് പറയുന്നത് 27 മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ്. അതുപോലെ തന്നെ pH റേഞ്ച് വരുന്നത് 6 മുതൽ 7.2 വരെയാണ്. ഇനി വാട്ടർ ഹാർഡ്നെസ്സിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സോഫ്റ്റ് വാട്ടർ ആണ് ഇവർക്ക് പ്രിഫർ ചെയ്യുന്നത്. ഹാർഡ് വാട്ടർ, സോഫ്റ്റ് വാട്ടർ ഇതിനെക്കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൾറെഡി അറിയാമെന്ന് വിചാരിക്കുന്നു. മുമ്പ് വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് വെള്ളത്തിലെ മിനറൽസ് ആയിട്ടുള്ള കാൽഷ്യം, മെഗ്നീഷ്യം ഹൈ എമൗണ്ടിൽ വരുമ്പോഴാണ് വെള്ളം ഹാർഡാവുന്നത്. ഇത് ലോ എമൗണ്ട് ആണെന്നുണ്ടെങ്കിൽ വെള്ളം സോഫ്റ്റ് ആണ്. അപ്പോൾ ഈ മീനുകൾക്ക് പ്രിഫർ ചെയ്യുന്നത് സോഫ്റ്റ് വാട്ടർ ആണ്. ഇവർക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ക്ലീൻ ആയിട്ടുള്ള വാട്ടർ, സ്റ്റേബിൾ ആയിട്ടുള്ള വാട്ടർ പാരാമീറ്റേഴ്സ്, അതുപോലെ വീക്ക്ലി വാട്ടർ ചേഞ്ച്. ഈ മീനുകൾ ഓംനിവോറസ് ആണ്, അതായത് സസ്യാഹാരങ്ങളും മാംസാഹാരങ്ങളും കഴിക്കും. പക്ഷേ കഴിക്കാനായിട്ട് കൂടുതലും പ്രിഫർ ചെയ്യുന്നത് മാംസാഹാരങ്ങളാണ്. റെഗുലർ ഫുഡ് അല്ലെങ്കിൽ സ്റ്റേപ്പിൾ ഫുഡായിട്ട് കൊടുക്കാനായിട്ട് റെക്കമെൻഡ് ചെയ്യുന്നത് ഹൈ ക്വാളിറ്റി മൈക്രോ പെല്ലറ്റ്സ് ആണ്. പിന്നെ ആഡ് ഓൺ ആയിട്ട് ഹൈ പ്രോട്ടീൻ പെല്ലറ്റ്സ് കൊടുക്കാം. അതോടൊപ്പം ബ്ലഡ് വേംസ് പോലുള്ള ഇവരുടെ മൗസേഴ്സിന് പറ്റിയ ചെറിയ നോൺ വെജ് ആയിട്ടുള്ള ഫുഡുകളൊക്കെ കൊടുക്കാം. ഇവർക്ക് ടാങ്ക് മേറ്റ്സ് ആയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന മീനുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചെറിയ ടെട്രാ വെറൈറ്റിയിൽ പെട്ട മീനുകൾ, കോറിഡോറുകൾ, പിന്നെ പീസ്ഫുൾ ആയിട്ടുള്ള റാസ്ബോറ, ഡ്വാർഫ് ഗൗരാമി തുടങ്ങിയ മീനുകളൊക്കെയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അഗ്രസീവ് ആയിട്ടുള്ള മീനുകളുടെ കൂടെ ഇടാനായിട്ട് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഉദാഹരണത്തിന് വലിപ്പം കൂടിയ സിക്ലിഡ് മത്സ്യങ്ങൾ, അതുപോലെ തന്നെ ഫിന്നിപ്പേഴ്സ് ആയിട്ടുള്ള മീനുകൾ. ഫിന്നിപ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചിറകിലൊക്കെ പോയി കുത്തുന്ന മീനുകൾ. ഈ ടൈഗർ ബാർബുകളൊക്കെ അതിന് ഉത്തമ ഉദാഹരണങ്ങളാണ്. അവർ കൂട്ടായിട്ട് നടന്നിട്ട് ഈ ഗൗരാമി, ഏഞ്ചൽ പോലുള്ള മീനുകളുടെയൊക്കെ വാലിലും അതിലൊക്കെ പോയിട്ട് അവർ കുത്തും. എന്നിട്ട് ഇത്തരം മീനുകളുടെ ചിറകുകളൊക്കെ കീറിയിരിക്കുന്ന കാണാം. അത്തരം മീനുകളെയാണ് ഫിന്നിപ്പേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്തരം മീനുകളുടെ കൂടെയും ഇടാതിരിക്കുക. ബ്രീഡ് ആവുന്നതൊക്കെ മറ്റ് സിക്ലിഡുകളെ പോലെ തന്നെയാണ്. പെയർ ആയതിനു ശേഷം ഇവർക്ക് എന്തെങ്കിലും സർഫസ് വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മൺപാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിൽ പോയിട്ട് അവർ മുട്ടയിട്ടോളും. പിന്നെ ഈ സിക്ലിഡ് മത്സ്യങ്ങൾ പൊതുവേ ടെമ്പറേച്ചർ ഷിഫ്റ്റിനോടൊക്കെ കുറച്ച് സെൻസിറ്റീവ് ആണ്. അതായത് സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റൊക്കെ ഇവർ സീരിയസ് ആയിട്ട് ബാധിക്കാറുണ്ട്. അതുകൊണ്ട് തണുപ്പ് കാലത്തൊക്കെ നമ്മൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. വെള്ളം തണുക്കുന്ന സമയത്ത് ഇവർക്ക് ഈ വൈറ്റ് സ്പോട്ട് പോലുള്ള അസുഖങ്ങളൊക്കെ വരാറുണ്ട്. പിന്നെ ഓസ്കാർ മത്സ്യങ്ങൾക്കൊക്കെ കോമൺ ആയിട്ട് വരുന്ന അസുഖമാണ് ഹോൾ ഇൻ ദ ഹെഡ് ഡിസീസ്. അതും ഇവർക്ക് വരാറുണ്ട്. ഇത് മെയിനായിട്ടും വാട്ടർ ക്വാളിറ്റി ഇഷ്യൂസ് മൂലമാണ് വരാറുള്ളത്. അതുപോലെ തന്നെ ന്യൂട്രിയൻസിൻ്റെ ഡെഫിഷ്യൻസി മൂലവും വരാറുണ്ട്. പിന്നെ വരുന്ന അസുഖം എന്ന് പറയുന്നത് ഫിൻറോട്ടാണ്. ഇതൊരു ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആണ്. ഇത് വാട്ടർ ക്വാളിറ്റി മോശമാകുമ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് വാട്ടർ ചേഞ്ച് ഒന്നും കൊടുക്കാതെ വെള്ളത്തിനകത്ത് ഫുഡ് വേസ്റ്റും മീനിൻ്റെ വേസ്റ്റ് കടിഞ്ഞു കൂടുമ്പോഴാണ് ഈ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ഉണ്ടാകുന്നത്. പിന്നെ വരുന്നത് ബ്ലോട്ടിങ്, അതുപോലെ തന്നെ സ്വിം ബ്ലാഡർ പ്രോബ്ലംസ് ആണ്. ഇത് ഓവർ ഫീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് വരാറുണ്ട്. അതുപോലെ തന്നെ ഡൈജഷൻ ഇഷ്യൂ അല്ലെങ്കിൽ ഇന്റേണൽ ആയിട്ട് എന്തെങ്കിലും ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ വരുമ്പോൾ ഇത് സംഭവിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെയാണ് കോമൺ ആയിട്ട് ഇവർക്ക് കണ്ടുവരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഷിഫ്റ്റ് ഒക്കെ ഇവരെ ബാധിക്കുന്നത് കൊണ്ട് മഴവെള്ളം ഡയറക്റ്റ് വീഴുന്ന ടാങ്കുകളിലൊന്നും ഇവരെ വളർത്താനായിട്ട് സാധിക്കില്ല. കാരണം സഡൻ ആയിട്ടുള്ള ടെമ്പറേച്ചർ ഷോക്ക് സീരിയസ് ആയിട്ട് ഇവരെ ബാധിക്കാൻ സാധ്യതയുണ്ട്. പിന്നെ കെയർ ചെയ്യാനായിട്ട് അത്ര ബുദ്ധിമുട്ടില്ലാത്ത ഒരു മീനാണ്. ചെറിയ സ്പേസ് മതി.
അത്യാവശ്യം നല്ല ഒരു പ്ലാന്റ് ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവരെ പെയറായിട്ടോ അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് ചെറിയ ഒരു ഗ്രൂപ്പായിട്ടൊക്കെ വേണമെങ്കിൽ വളർത്താം. പിന്നെ ബ്രീഡിങ് പെയറായി കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു മീനാണ്. പൊതുവേ റാം സിക്ലെറ്റുകൾക്കൊക്കെ നമ്മൾ PVC പൈപ്പുകൾ ബ്രീഡിങ്ങിൻ്റെ സമയത്ത് വെച്ച് കൊടുക്കുന്നത് കണ്ടിട്ടുണ്ട്. പൊതുവേ സിക്ലെറ്റുകൾ മെയിലും ഫീമെയിലും കൂടിയിട്ടാണ് ഈ ബ്രീഡിങ് കാര്യങ്ങളൊക്കെ ഒരുമിച്ചാണ് ചെയ്യുന്നത്, കുഞ്ഞുങ്ങളെ കെയർ ചെയ്യുന്നതൊക്കെ. പക്ഷേ ചില യൂട്യൂബ് വീഡിയോകളൊക്കെ ഈ അടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രീഡിങ്ങിന് ശേഷം ഫീമെയിൽ മെയിലിനെ കൊത്തി ഓടിക്കുന്നതൊക്കെയാണ് പറയുന്നത്. അതുകൊണ്ട് ബ്രീഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മെയിലിനെയും ഫീമെയിലിനെയും സെപ്പറേറ്റ് മാറ്റിയിടാനൊക്കെ റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. ഇങ്ങനെ അഗ്രഷനും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ മുട്ടകൾ കഴിക്കാനായിട്ട് സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അവർ സെപ്പറേറ്റ് ആയിട്ട് മാറ്റിയിടാനൊക്കെ പറയുന്നത് ആ വീഡിയോയിൽ. എത്ര പേർക്ക് ഇത്തരത്തിലുള്ള ബ്രീഡിംഗ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് എനിക്കറിയില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത്തരത്തിലുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് അറിയിക്കുക. പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിക്ലെറ്റ് മത്സ്യങ്ങൾ പൊതുവേ മെയിലും ഫീമെയിലും തമ്മിൽ അഗ്രസീവ് ആവാറില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിക്കാം.